എല്ലാ വർഷവും ഫെബ്രുവരി 2 അന്താരാഷ്ട്ര തണ്ണീർത്തട ദിനമായിട്ട് നമ്മളിപ്പോൾ ആഘോഷിച്ചു വരികയാണ്. ഇതിന് തുടക്കം എന്ന് പറയുന്നത് 1971 ഫെബ്രുവരി 2 അന്താരാഷ്ട്ര തലത്തിൽ ഇറാനിലെ രാംസർ എന്ന് വിളിക്കുന്ന സ്ഥലത്ത് വെച്ച് ഒരു സമ്മേളനം നടത്തിയുണ്ടായി, ഒരു കൺവെൻഷൻ നടത്തിയുണ്ടായി. ആ കൺവെൻഷൻ നടത്തിയ ദിവസത്തെ അനുസ്മരിക്കുന്ന ഒരു ദിനമാണിത്. പ്രധാനമായിട്ടും അന്ന് വാട്ടർഫൗൾസ്, ജലപക്ഷികളുടെ ഹാബിറ്ററ്റ് ആണ് ഈ വെറ്റ്ലാൻഡ്സ് എന്നുള്ള ഒരു തിരിച്ചറിയലിന്റെ ഭാഗമായിട്ടാണ് ഈ ദിനം അല്ലെങ്കിൽ ഈ കൺവെൻഷൻ തുടങ്ങിയത്. കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ട്രീറ്റി, ഉടമ്പടി. അതിന് ശരിക്കുള്ള പേര് കൺവെൻഷൻ ഓൺ വെറ്റ്ലാൻഡ്സ് ഓഫ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് എസ്പെഷ്യലി ആസ് വാട്ടർഫൗൾ ഹാബിറ്ററ്റ് എന്നായിരുന്നു. കാലാന്തരേണ ഈ വാട്ടർഫൗൾ ഹാബിറ്ററ്റ് എന്നുള്ളത് അതിപ്പോഴും ഉണ്ട്, അത് നമ്മൾ മാറ്റി വെറ്റ്ലാൻഡ്സ് ഓഫ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് എന്നുള്ള തരത്തിൽ വന്നിരിക്കുകയാണ്. കൺവെൻഷൻ ഓൺ വെറ്റ്ലാൻഡ്സ് ചുരുക്കത്തിൽ അങ്ങനെയാണ് പറയുക. കൺവെൻഷൻ ഓൺ വെറ്റ്ലാൻഡ്സ് ജലത്തിൽ അല്ലെങ്കിൽ അക്വാട്ടിക് എൻവയോൺമെന്റിൽ, അക്വാട്ടിക് സാഹചര്യങ്ങളിൽ ജലപൂരിതമായ അല്ലെങ്കിൽ ജലം ഉള്ള അവസ്ഥയിലുണ്ടായിരുന്ന പക്ഷികളെ ഉദ്ദേശിച്ച് തുടങ്ങിയതാണെങ്കിലും പിന്നീട് നമുക്ക് മനസ്സിലായി ഈ തണ്ണീർത്തടങ്ങൾ പല തരത്തിൽ മനുഷ്യ ജീവിതത്തെ തന്നെ, മനുഷ്യക്ഷേമത്തെ തന്നെ ബാധിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു കൺവെൻഷൻ ഓൺ വെറ്റ്ലാൻഡ്സ് ഉണ്ട്. അതിന് കോൺഫറൻസ് ഓഫ് പാർട്ടീസ് COP എന്ന് വിളിക്കുന്ന 3 വർഷം കൂടുമ്പോൾ നടക്കുന്നുണ്ട്. അപ്പം നമുക്കറിയാം UNFCCC, അതായത് കാലാവസ്ഥാ മാറ്റവുമായി ബന്ധപ്പെട്ട കൺവെൻഷനുണ്ട്. ആ കൺവെൻഷൻ 1992 ഒപ്പുവെക്കാൻ വെക്കുന്നു. 1994 അത് അംഗീകരിച്ച് പുറത്തിറങ്ങുകയാണ്. അതിന് നമ്മൾ വിളിക്കുന്ന പേരും COP തന്നെയാണ്, കോൺഫറൻസ് ഓഫ് പാർട്ടീസ്. അതിന്റെ 28ാമത്തെ കോൺഫറൻസ് ആണ് കഴിഞ്ഞത്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ഈ കൺവെൻഷൻ ഓൺ വെറ്റ്ലാൻഡ്സിലുണ്ട്. അതിന്റെ 14ാമത് കോൺഫറൻസ് ആണ് കഴിഞ്ഞത്. അത് കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കെല്ലാവർക്കും അറിയുന്ന വുഹാൻ, ചൈനയിലെ വുഹാനിൽ തുടങ്ങി അവസാനം സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ് അവസാനിക്കുന്നത്. അത് 2022 ഇനിയിപ്പോൾ 2025 3 വർഷം കൂടുമ്പോഴേ ഉള്ളൂ. 2025 അടുത്ത COP വരും. COP 15 ആയിരിക്കും അടുത്ത് വരാൻ. അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ ഈ വെറ്റ്ലാൻഡ് ദിനത്തിന് ഒരു തീമുണ്ട്. ആ തീമിന്റെ പറയുന്ന പേരാണ് വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ്, അഥവാ തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും. അപ്പോൾ നമുക്കറിയാം ഈ വെറ്റ്ലാൻഡ്സ് അല്ലെങ്കിൽ തണ്ണീർത്തടങ്ങൾ മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട്, നമ്മുടെ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട്, ബയോഡൈവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം സേവനങ്ങൾ ചെയ്യുന്നതായിട്ട് നമുക്കിപ്പോൾ തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു 50 വർഷം മുമ്പോ 100 വർഷം മുമ്പോ മനുഷ്യനൊന്നും അത്ര ധാരണയുണ്ടായിരുന്നില്ല. ലോകത്താകെ തന്നെ കരയുടെ ഏകദേശം 6% തണ്ണീർത്തടങ്ങളാണ് എന്നാണ് പറയുന്നത്. അത് മാത്രവുമല്ല, കഴിഞ്ഞ ഒരു 50 വർഷം കൊണ്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 35% തണ്ണീർത്തടങ്ങൾ നികന്നു പോയിട്ടുണ്ടെന്നാണ്. അപ്പം അന്ന് തണ്ണീർത്തടങ്ങൾ നികത്തി അവിടെ കൃഷി ചെയ്യുന്നതിലോ അല്ലെങ്കിൽ കെട്ടിടങ്ങൾ വെക്കുന്നതിലോ അല്ലെങ്കിൽ നഗരങ്ങൾ പടുത്തുയർത്തുന്നതിലോ ഒരു കുഴപ്പമുള്ളതായിട്ട് മനുഷ്യരാരും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ നമുക്കറിയാം തണ്ണീർത്തടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വഹിക്കുന്ന പങ്ക്. അത് ആഹാരം നമുക്ക് തരുന്നുണ്ട്, നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയെ സംരക്ഷിക്കുന്നുണ്ട്, മനുഷ്യന് ജലം തരുന്നതിൽ വഹിക്കുന്ന പങ്കിനെ കുറിച്ച് നമുക്ക് നല്ല ധാരണയുണ്ട്. അതേപോലെ വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മുടെ തണ്ണീർത്തടങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ പല മേഖലകളിൽ സ്വാധീനം ചെലുത്തുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കൺവെൻഷൻ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ലോകത്ത് ഇതേവരെ എല്ലാ തണ്ണീർത്തടങ്ങളെയും നമ്മൾ ഈ രാംസർ സൈറ്റുകളായിട്ട് പ്രഖ്യാപിക്കണമെന്നൊന്നുമില്ല. ലോകത്ത് ഏതാണ്ട് 2500 പരം തണ്ണീർത്തടങ്ങളെ രാംസർ സൈറ്റുകളായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാംസർ എന്ന് പറയുന്നത് നമ്മളെ മനസ്സിലാക്കാൻ 1971 ഫെബ്രുവരി 2 ഇറാനിലെ രാംസർ എന്നുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ കൺവെൻഷൻ നടത്തിയത്. അതുകൊണ്ടാണ് ഈ രാംസർ എന്നുള്ള പേരിന് പ്രാധാന്യം വന്നത്. അങ്ങനെ അന്നത്തെ തീരുമാനപ്രകാരം വളരെ പ്രാധാന്യമുള്ള, പരിസ്ഥിതിപരമായിട്ട് ബയോഡൈവേഴ്സിറ്റി പരമായിട്ട് പ്രാധാന്യമുള്ള തണ്ണീർത്തടങ്ങളെ തിരിച്ചറിഞ്ഞ് അവയെ രാംസർ സൈറ്റുകൾ എന്നുള്ള പേര് നമ്മൾ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഇന്നേ വരെ ഏതാണ്ട് 2500 പരം
രാംസർ സൈറ്റുകളുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ ആകെ 80 എണ്ണം. ഇന്നലെ 5 എണ്ണവും കൂടി, ഇതേവരെ 75 ഇന്നലെ 5 തണ്ണീർത്തടങ്ങൾ കൂടിയിട്ട് രാംസർ സൈറ്റുകൾ എന്നുള്ള പേരിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആകെ 80 എണ്ണം. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് മുൻ വർഷങ്ങളിലേക്ക് പോലെ തന്നെ വളരെ പ്രസക്തമായ പരിപാടികളാണ് ഈ വർഷവും സംഘടിപ്പിക്കുന്നത്. ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റികളും വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ബയോഡൈവേഴ്സിറ്റി ക്ലബ്ബുകളും ഇതിന്റെ ഭാഗമാണ്.